ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ 1998 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ സിനിമയാണ് ദ ഫാക്കൽറ്റി. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ പ്ലോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ഒരു ഹൈസ്കൂൾ, കുറെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഓരോരുത്തരായിട്ട് ഏലിയൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ആദ്യം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് ആ കാര്യം മനസ്സിലാവാൻ തുടങ്ങി. അതിനെ തുടർന്ന് കുട്ടികൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ സിനിമയിൽ പറയുന്നത്. ഈ കഥ ആരംഭിക്കുമ്പോൾ ഒരു ഫുട്ബോൾ മാച്ചാണ് കാണിക്കുന്നത്, ഒരു സ്കൂളിൽ. ഇത് അമേരിക്കൻ ഫുട്ബോളാണ്. എന്നാൽ അവരുടെ ആ കളി കോച്ചായ വില്ലിസിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ കളി നിർത്താൻ പറഞ്ഞു. അയാളിപ്പോൾ ഭ്രാന്ത് പിടിച്ച പോലെ പിള്ളേരെല്ലാവരും ചീത്ത പറയാണ്. എന്നിട്ട് എല്ലാവരെയും ഗ്രൗണ്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവരുടെ കൂട്ടത്തിൽ ഒരു മികച്ച പ്ലെയർ ഉണ്ട്, സ്റ്റാൻ എന്നാണ് അവന്റെ പേര്. അവന്റെ കളിയും മോശമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കോച്ച് വഴക്ക് പറയുന്നത് സ്റ്റാനെയാണ്. ഇനി ഇതുപോലത്തെ കളിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ഈ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നൊക്കെ അയാളിപ്പോൾ സ്റ്റാൻഡ് എടുത്ത് പറഞ്ഞു. സ്റ്റാൻഡാണെങ്കിൽ അത് കേട്ട് ശരിക്കും കണ്ട് ദേഷ്യം വന്നു. അയാൾക്കിട്ടൊന്ന് പൊട്ടിച്ചാലോ എന്നൊക്കെ അവന് തോന്നി. എന്നാൽ പിന്നീട് ആ തീരുമാനം വേണ്ടാന്ന് വെച്ചിട്ട് അവൻ സ്കൂളിലേക്ക് പോയി. ഈ സമയം കോച്ച് വില്ലിസ് ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഗ്രൗണ്ടിലെ പുല്ലുകൾ നനയ്ക്കുന്ന ആ സ്പ്രിംഗ്ലർ കേടാവുന്നത്. അതിൽ നിന്ന് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം വില്ലിസ് ആണെങ്കിൽ അത് ശരിയാക്കാൻ തുടങ്ങുമ്പോഴാണ് അയാളുടെ പുറകിലായിട്ട് വേറൊരാൾ വരുന്നത്. പക്ഷെ ആളെ കാണിക്കുന്നില്ല. അയാളിപ്പോൾ വില്ലിസിനെ വിളിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് വില്ലിസ് ഇപ്പോൾ അയാളുടെ നേർക്ക് തിരിയാണ്. അങ്ങനെ സമയം രാത്രി. സ്കൂളിൽ നിന്നും കുട്ടികളെല്ലാവരും പോയി. ഇപ്പൊ കുറച്ച് ടീച്ചേഴ്സ് അവിടെ പ്രിൻസിപ്പൽ റൂമിൽ ഇരിക്കുന്നുണ്ട്. ഈ ചുവന്ന ഡ്രസ്സിട്ട ലേഡി കണ്ടില്ലേ, ഇതാണ് പ്രിൻസിപ്പൽ. ഇവരുടെ പേര് ഡ്രേക്ക് എന്നാണ്. അവരിപ്പം ഈ വർഷത്തെ ബഡ്ജറ്റിനെ കുറിച്ചാണ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ അങ്ങനെ കാശൊന്നും ഇറക്കാനില്ല. ആ കാര്യങ്ങളൊക്കെ ഡ്രേക്ക് ഇപ്പോൾ പറഞ്ഞു. ഈ സമയം അവരുടെ കൂട്ടത്തിലായിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഈ കണ്ണാടി വെച്ച സ്ത്രീനെ കണ്ടില്ലേ, ഇവരുടെ പേര് ഓൾസൺ എന്നാണ്. ഇവർ ഈ സ്കൂളിലെ ഡ്രാമ ടീച്ചറാണ്. അങ്ങനെ ആ ബഡ്ജറ്റിന്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സ്കൂളിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് പ്രിൻസിപ്പളായ ഡ്രേക്കിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഓഫീസിൽ നിന്നും സ്കൂളിന്റെ കീ എടുത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവരോടും പോകാൻ പറഞ്ഞതിന് ശേഷം ഡ്രേക്ക് ഇപ്പൊ കീ എടുക്കാൻ വേണ്ടി അവരുടെ ഓഫീസ് റൂമിലേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് കീ എടുത്തിട്ട് തിരിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ കോച്ചായ വില്ലിസ് അങ്ങോട്ട് വരുന്നത്. വില്ലിസ് ഇപ്പം അങ്ങോട്ട് വന്ന് കാണുമ്പോൾ ഡ്രേക്കിന് സംശയമായി. നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ വില്ലിസ് പറയുന്നത് എനിക്കൊരു പെൻസിൽ വേണമെന്നാണ്. അതിനെ തുറന്ന് ഡ്രേക്ക് ഒരു പെൻസിൽ എടുത്ത് അയക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ പെൻസിൽ കിട്ടിയതും അയാൾ ആ പെൻസിൽ വെച്ച് അവളുടെ കൈപ്പത്തിയിൽ ഒരു കുത്തു കൊടുത്തു. അത് കയ്യിലൂടെ തുളച്ചിട്ട് അപ്പുറത്തേക്ക് വരികയും ചെയ്തു. അവൾക്കാണെങ്കിൽ വേദന ഇങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ സമയം കോച്ചാണെങ്കിൽ ആ പെൻസിൽ വലിച്ച് ഊരിയെടുത്തു. അതിനിടയിൽ ഡ്രേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ആ കീ വെച്ചിട്ട് അയാളുടെ മോന്തക്കിട്ട് ഒരു അടി കൊടുക്കുകയാണ്. അതിനെ തുറന്ന് അയാളുടെ മോത്തൊരു പാടും വീണു. എന്നിട്ട് അവൾ അവിടുന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ആ ഓട്ടത്തിനിടയിൽ കീ താഴേക്ക് വീണു. എങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ ഓടി വാതിൽക്കലേക്ക് എത്തി. എന്നാൽ ഈ സമയം അവിടെ നോക്കുമ്പോൾ വാതിൽ ചങ്ങലിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ ഓടി മറ്റു റൂമിലേക്ക് വന്നു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയത്താണ് വില്ലിസ് അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവൾ വില്ലിസിന് ഒരൊറ്റ അടി കൊടുത്ത് അയാളെ നിലത്തേക്ക് ഇട്ടു. എന്നിട്ട് അവിടെ നിന്ന് ഒരു കത്രിക എടുത്തിട്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിന്റെ അടുത്തേക്ക് എത്തി. പക്ഷെ ഇപ്പോഴും അത് ലോക്കായിട്ട് കിടക്കാണ്. എന്നാൽ പുറത്തായിട്ട് ആ ഓൾസൺ നിൽക്കുന്നുണ്ട്. പക്ഷെ കീ ഇല്ലാത്തതുകൊണ്ട് ഓൾസനും ആ വാതിൽ ഓർക്കാൻ പറ്റുന്നില്ല. അതിൽ ഇപ്പൊ അവർ നോക്കുമ്പോൾ ആ കോച്ചിനെ അവിടെ കാണുന്നുമില്ല. ഈ സമയം ഓൾസൺ പറയുന്നത് നിങ്ങളുടെ കീ എവിടെ, അതെടുത്തോണ്ട് പോവാ. ഓൾസൺ അത് പറയുമ്പോഴാണ് കീ അവിടെ കളഞ്ഞുപോയ കാര്യം ഡ്രേക്കും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അവർ കീ എടുക്കാൻ വേണ്ടി തിരിച്ചുപോയി. അങ്ങനെ അവൾ ഓഫീസിൽ ചെന്ന് കീ എടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോഴാണ് ആ കോച്ച് പിന്നെ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവൾ ഓടി വാതിൽക്കലേക്ക് എത്തി. ഈ സമയം കോച്ചാണെങ്കിൽ അവളെ പിടിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ അങ്ങോട്ട് ഓടി വരികയാണ്. എന്നാൽ അയാൾ അവളെ പിടിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഡ്രേക്ക് വെളിയിലേക്ക് ഇറങ്ങി ആ വാതിൽ അങ്ങോട്ട് ലോക്ക് ചെയ്തു. അതുകൊണ്ട് കോച്ചിന് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സമയം അവളുടെ കയ്യിലുള്ള ആ കത്രിക ഉണ്ടായിരുന്നല്ലോ, അത് നിലത്ത് വീണ് നടക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഓൾസൺ ആ കത്രിക എടുത്തിട്ട് ഡ്രേക്കിന് ഇങ്ങനെ തലങ്ങനെയും വിലങ്ങനെയും കുത്തുന്നത്. അതോടുകൂടെ ഡ്രേക്ക് താഴേക്ക് വീണു. ഈ സമയം ഓൾസൺ പറയുന്നത് ഇത് ഞാൻ എന്നോ ചെയ്യാൻ തീരുമാനിച്ചാണെന്നാണ്. അതെല്ലാം കേട്ട് ആ വാതിലിൽ അപ്പുറത്ത് നിൽക്കുന്ന വില്ലിസ് ആണെങ്കിൽ ഓൾസനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, ദ ഫാക്കൽറ്റി. അങ്ങനെ പിറ്റേ ദിവസമായി പിള്ളേരെല്ലാവരും സ്കൂളിലേക്ക് എത്തി. ഇനി നമുക്ക് ഈ കഥയിലെ ചില ഇമ്പോർട്ടൻസ് ക്യാരക്ടർ പരിചയപ്പെടാം. ഇതിപ്പോ ഈ പെമ്പിള്ളാരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ചുവന്ന ഡ്രസ്സിട്ട പെണ്ണിനെ കണ്ടില്ലേ, ഇവളുടെ പേര് ഡെലു. ഈ സ്കൂളിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അതിന്റെ എഡിറ്ററാണ് ഇവള്. ഇപ്പൊ അടുത്തതായിട്ട് ഒരു കാർ ഓടിച്ചുകൊണ്ട് വരുന്ന ഒരുത്തനെ കണ്ടില്ലേ, ഇവന്റെ പേര് സേക്ക്. അവനിപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് പെണ്ണെടുത്തു, ഒരു കൂട്ടം പെണ്ണ്. ഇതിനകത്ത് മൊത്തം ഡ്രഗ്സ് ആണ്. ഇതുപോലത്തെ ചില ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ഈ സ്കൂളിൽ സെല്ല് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ ഭയങ്കര ഇന്റലിജന്റ് ആണ്. എന്നാൽ ആ ഇന്റലിജൻസ് ഒന്നും ഇവൻ പഠിത്തത്തിൽ ഉപയോഗിക്കത്തില്ല. മറ്റു ചില കാര്യങ്ങളാണ് അവന് താല്പര്യം. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആവാതെ അവൻ അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സ്കൂൾ ബസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഇവനെ കണ്ടില്ലേ, ഇവന്റെ പേര് കേസി. ഈ സ്കൂളിൽ ആ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അതിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് ഇവൻ. അതായത് ആ ഡെലുവിന്റെ അസിസ്റ്റന്റ്. ആളൊരു പാവമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ ഒരു ചെണ്ടയാണ് ഇവൻ. ഒരു കാര്യമില്ലാതെ വരുന്നവരും പോന്നവരൊക്കെ ഇവനിങ്ങനെ വല്ലാണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അവനാണെങ്കിൽ തിരിച്ചൊന്നും പറയത്തുമില്ല. ഇനിയിപ്പോൾ ഈ ബാഗും പിടിച്ചോണ്ട് നടന്നു വരുന്ന ഈ പെണ്ണിനെ കണ്ടില്ലേ, ഇവളുടെ പേര് സ്റ്റോക്ലി മിച്ചൽ. ഇവളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്.
ഇവള് തന്നെ ഈ സ്കൂളിൽ പറഞ്ഞെടുക്കുന്നത് ഇവളൊരു ലെസ്ബിയൻ ആണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവൾ അങ്ങനെയൊന്നുമല്ല. ആമ്പിള്ളേരുമായിട്ട് അവൾക്ക് കൂട്ടുകൂടാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇവളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവൾ എങ്ങനെ പറഞ്ഞു നടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സ്റ്റാൻ, ഫുട്ബോൾ പ്ലെയർ, അവൻ ഈ ഡെലുവിന്റെ ബോയ് ഫ്രണ്ടാണ്. ഇനിയിപ്പോൾ ഈ സ്കൂളിൽ പുതിയതായിട്ട് വന്നൊരു പെൺകുട്ടിയുണ്ട്. ഇവളുടെ പേര് മേരിബത്ത് ലൂയിസ്. ഇവള് വളരെ നിഷ്കളങ്കയായിട്ടുള്ളൊരു കുട്ടിയാണ്. ഇന്ന് ഇവളുടെ സ്കൂളിൽ ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് ഫ്രണ്ട്സിന് ഉണ്ടാക്കണം. അതാണ് ഇവളുടെ പ്ലാൻ. ഈ സമയം സെയ്ക്ക് ആണെങ്കിൽ സ്കൂളിലെ ബാത്റൂമിൽ നിന്നിട്ട് അവന്റെ ആ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരാരും കാണാതെ കേസിയും ആ ബാത്റൂമിന്റെ അകത്തുണ്ട്. ഇടികിട്ടി മൂക്കിൽ നിന്ന് ചോര വരുന്നൊക്കെ അവനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഈ സ്കൂളിലൊരു അധ്യാപകൻ. ഇയാളുടെ പേര് ടേറ്റ് എന്നാണ്. രാവിലെ മുതലേ ഇയാൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. അതുകൊണ്ട് അയാൾ വേഗം സ്റ്റാഫ് റൂമിലേക്ക് വന്നു. ഈ സമയത്തിന്റെ സ്റ്റാഫ് റൂമിലായിട്ട് കോച്ച് വില്ലിസ് നിൽക്കുന്നുണ്ട്. അയാൾ കുറേ സമയമായിട്ട് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ മുഖത്ത് ആ പാട് ഏകദേശം ഉണങ്ങി. ആരെയും ശ്രദ്ധിക്കാതെയാണ് അയാൾ ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഈ സ്കൂളിലൊരു നേഴ്സാണ്. ഇവളുടെ പേര് റോസ്. ഇന്നത്തെ ദിവസം എനിക്ക് വല്ലാത്ത ജലദോഷമാണ്. കുറേ നേരമായിട്ട് അവളിങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ലീവ് എടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. പക്ഷെ അവളത് കേൾക്കുന്നില്ല. വെറുതെ എന്തിനാണ് ഞാൻ എൻ്റെ സിക്ക് ലീവ് വേസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അവൾ പറയുന്നത്. ഇനി ആ ടേബിളിലേക്ക് വന്നിരുന്ന കണ്ണാടി വെച്ച ഒരു ടീച്ചർ കണ്ടില്ലേ, ഇവരുടെ പേര് എലിസബത്ത്. ഒരു പാവം ടീച്ചറാണ് അവർ. അവരുടെ അടുത്തിരിക്കുന്ന പ്രായമുള്ള ഈ ടീച്ചർ കണ്ടില്ലേ, ഇവരുടെ പേര് ജെസിക്ക എന്നാണ്. അവർക്ക് റിട്ടയർഡ് ആവാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ ഇരിക്കുന്നതിനിടയിൽ പ്രിൻസിപ്പൽ ഡ്രേക്കിനെ കുറിച്ച് ചില ആൾക്കാർക്ക് അന്വേഷിച്ചു. പക്ഷെ ആരും തന്നെ അവരെ കണ്ടിട്ടില്ല. ഈ സമയത്താണ് പ്രൊഫസർ എഡ്വാർഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറേ നേരമായിട്ട് ആ കോച്ച് വില്ലിസ് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളത് നിർത്തുന്നില്ല. അത് കാണുമ്പോൾ പ്രൊഫസറിന് ശരിക്കും അത്ഭുതം തോന്നി. എത്രയാന്ന് വെച്ചിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ഈ സമയത്താണ് ആ ഡ്രാമ ടീച്ചറായ ഓൾസൺ അങ്ങോട്ട് വരുന്നത്. അവർക്ക് പ്രായം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ടതും കോച്ച് വില്ലിസ് അവർക്കൊരു ഗുഡ് മോർണിംഗ് കൊടുത്തു. അവളാണെങ്കിൽ അയാൾ നോക്കി ചിരിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സ്കൂൾ ഇപ്പോൾ ബ്രേക്കായി. കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് സ്റ്റാൻ ഇപ്പോൾ ഡെലുവിന്റെ അടുത്തേക്ക് വരുന്നത്. അവൻ പറയുന്നത് ഞാൻ നമ്മുടെ ഫുട്ബോൾ ടീമിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പോവാന്നാണ്. അത് കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതമായി. നീ എന്തൊക്കെ സ്റ്റാൻ ഈ പറയുന്നത്? നീ നല്ലൊരു പ്ലെയർ ആണല്ലോ. മാത്രമല്ല പരീക്ഷയ്ക്ക് നിനക്ക് നല്ല മാർക്കും കുറവാണ്. ഇനിയിപ്പോൾ ഈ ഫുട്ബോൾ നീ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്കോളർഷിപ്പ് നിനക്ക് പോകത്തില്ലേ? നിനക്കാണെങ്കിൽ പഠിച്ച മാർക്ക് വാങ്ങാനും പറ്റത്തില്ല. അവൾ അത് പറയുമ്പോൾ സ്റ്റാൻ പറയുന്നത് അത് നീ മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ? ഞാൻ എന്തിൽ കൈ വെച്ചിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ് എന്നാണ് സ്റ്റാൻ പറയുന്നത്. എന്നാൽ അവൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് പിള്ളേർ ക്ലാസ്സിലേക്ക് എത്തി. അപ്പോൾ ടേറ്റ് എന്ന് പറയുന്ന അധ്യാപകൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾക്കൊരു കുഴപ്പമുണ്ട്. ഇയാൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ മദ്യപിക്കണം. അതുകൊണ്ട് ഇയാൾ നൈസായിട്ട് വെള്ളത്തിൽ മദ്യം ചേർത്തിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ മദ്യപിച്ച് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് പുള്ളി പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം സ്റ്റാൻ ഇപ്പോൾ പിടിച്ചു. അവൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ പഠിപ്പിച്ച് തന്നെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നതെന്നാണ്. അവൻ അത് പറയുമ്പോഴാണ് അയാൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഓക്കെ, എന്നാൽ പിന്നെ അടുത്ത ചാപ്റ്റർ പഠിപ്പിക്കാം എന്നും പറഞ്ഞിട്ട് അയാൾ അടുത്ത ചാപ്റ്റർ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ലഞ്ച് ബ്രേക്കായി. ആ സ്റ്റേക്കിൽ ഇപ്പം സ്കൂളിന്റെ പരിസരത്തുള്ള ഒരു കസേരയിലിരിക്കുകയാണ്. ഈ സമയത്താണ് ആ മേരിബത്ത് അങ്ങോട്ട് വരുന്നത്, ഇവളുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി. എന്നാൽ സ്റ്റേക്കിൽ അതിന് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ഈ സമയത്താണ് ഡെലു അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഡെലുവും മേരിബത്തും ഇപ്പൊ ഫ്രണ്ട്സായി. ഇതേ സമയത്ത് തന്നെ കേസി ആണെങ്കിൽ ലഞ്ചും കഴിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലിരിക്കുകയാണ്. അങ്ങനെ ലഞ്ച് കഴിച്ചതിന് ശേഷം അവൻ തിരിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഗ്രൗണ്ടിലെത്തുമ്പോഴാണ് അവൻ അവിടെ കിടന്ന് ഒരു സാധനം കിട്ടുന്നത്. അതിലെന്തൊരു പ്രത്യേകത അവന് തോന്നി. അതുകൊണ്ട് അവനത് കയ്യിലെടുത്തു. എന്നാൽ അതിനിടയിലാണ് കോച്ച് വില്ലിസ് അങ്ങോട്ട് വരുന്നത്. നീ എന്താ അവിടെ? നീ സ്കൂൾ ടീമിൽ ഇല്ലാത്തതാണല്ലോ, പിന്നെ എന്തിനാണ് നീ ഗ്രൗണ്ടിൽ കറങ്ങി നടക്കുന്നത്? വേഗം അവിടുന്ന് പോയെന്നും പറഞ്ഞിട്ട് അയാൾ അവനോട് ഓടിച്ചു വിട്ടു. ഇതേ സമയം തന്നെ സ്റ്റേക്കിലാണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ സ്കൂളിലേക്ക് കയറി വന്നു. ഈ സമയത്താണ് ആ ഓൾസൺ അതിലെ പാസ് ചെയ്തു പോകണം. അവളെ കാണുമ്പോൾ അവർ വല്ലാത്തൊരു നോട്ടം നോക്കി. മാത്രമല്ല ഈ ഒരു നോട്ടത്തിൽ ഈ സ്റ്റേക്കിലേക്കും അവരിൽ എന്തൊരു പന്തികേട് തോന്നുന്നുണ്ട്. അങ്ങനെ ഓൾസൺ സ്റ്റാഫ് റൂമിലേക്ക് കയറുമ്പോൾ ഇപ്പൊ അവിടെ ആ ജെസിക്ക മാത്രമേ ഉള്ളൂ, ആ പ്രായമായ ടീച്ചർ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ ആ സ്റ്റാഫ് റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്തു. എന്നാൽ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓൾസൺ ആ സ്റ്റേക്കിലിനെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട്. സ്റ്റേക്കിലിയും ഇപ്പൊ അവരെ തന്നെ നോക്കിയേക്കാണ്. എന്നാൽ ഈ സമയത്താണ് സ്റ്റാൻ വന്നിട്ട് സ്റ്റേക്കിലിനെ ഇടിക്കുന്നത്. അതിനെ തുടർന്ന് നിനക്കത്ര കണ്ണും കാണത്തില്ലെന്നും പറഞ്ഞിട്ട് സ്റ്റേക്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കേസി ഇപ്പം അവൻ ആ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ സാധനം ഉണ്ടല്ലോ, അതുമായിട്ട് അവൻ നേരെ പോയിരിക്കുന്നത് പ്രൊഫസർ എഡ്വാർഡിന്റെ അടുത്താണ്. എന്നിട്ട് ആ സാധനം അവന് പഴക്കം കാണിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് അയാൾ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ആ സാധനം എന്താണെന്ന് ചെക്ക് ചെയ്യാണ്. വേറെ കുറെ കുട്ടികളും അയാൾക്ക് ചുറ്റുമായിട്ട് കൂടിയിട്ടുണ്ട്. അയാളത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഭൂമിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു തരത്തിലുള്ള ജീവിയായിരുന്നു അത്. അത് നോക്കിയതിന് ശേഷം അയാൾ പറയുന്നത് നമുക്ക് ഉടനെ തന്നെ ഈ കാര്യം യൂണിവേഴ്സിറ്റിയിൽ ഇറക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പൈസ കിട്ടുന്നതാണ്. അങ്ങനെ ആ ജീവിയെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരതിനൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നാൽ അതിനിടയിലാണ് അയാളുടെ കൈ തട്ടി ആ ജീവിയുടെ മേലേക്ക് വെള്ളം വീഴുന്നത്. എന്നാൽ വെള്ളം വീണ് കഴിഞ്ഞപ്പം ആ ജീവി അനങ്ങാൻ തുടങ്ങി. അത് കണ്ടത് അയാൾ ആ ജീവിയെ എടുത്തിട്ട് അവിടുത്തെ അക്വറിയത്തിലേക്ക് ഇട്ടു. എന്നാൽ അക്വറിയത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പം ആ ജീവിയുടെ ശരീരത്തിൽ നിന്നും കുറെ നാരുകളൊക്കെ പുറത്തേക്ക് വന്നു. മാത്രമല്ല അത് മീനിനെ പോലെ അക്വറിയത്തിൽ ഇങ്ങനെ നീന്താൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ എഡ്വാർഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് ആ ജീവിയെ പിടിക്കാനൊരു ശ്രമം നടത്തി. എന്നാൽ അയാൾ ആ ജീവിയെ തൊട്ടപ്പം അതിപ്പോൾ രണ്ടായിട്ട് മാറി. അതായത് അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി അതിന്റെ വാ തുറന്നിട്ട് അയാളുടെ കയ്യിൽ കടിക്കുന്നത്.
ആ ജീവിക്ക് നല്ല കൂർത്ത പല്ലുകൾ ഉണ്ടായിരുന്നു. അത് കയ്യിൽ കടിച്ചതും അയാൾ കൈ ഇങ്ങോട്ട് വലിച്ചെടുത്തു. ഈ സമയം നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ കേസ് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് പെട്ടെന്ന് അതിന് പല്ലുകൾ വന്നതെന്നാണ്. അതേക്കുമ്പോൾ അതെനിക്കറിയത്തില്ല, എന്തായാലും നമുക്ക് ഈ കാര്യം ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ അറിയിക്കണം എന്നാണ് എഡ്വേർഡ് പറയുന്നത്. ഈ സമയം സ്റ്റേക്കിലാണെങ്കിൽ അവളുടെ കൈ ഇപ്പം ആ അക്വേറിയത്തിന്റെ ചില്ലിലേക്ക് വെച്ചു. എന്നാൽ അവൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോഴാണ് അവൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. ആ ജീവി ഇപ്പം അതിന്റെ നാരുകൾ അവളുടെ കയ്യിലേക്ക് വെക്കുകയാണ്. ഇതേ സമയം തന്നെ ആ സ്റ്റാൻ ആണെങ്കിൽ കോച്ച് വില്ലിസിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അവന്റെ ആ തീരുമാനം പറയാൻ വേണ്ടി, അതായത് അവൻ ഫുട്ബോൾ ടീമിൽ നിന്നും ക്വിറ്റ് ചെയ്യാൻ പോവാണ്. ആ കാര്യം കേൾക്കുമ്പോൾ അയാൾ പറയുന്നത് അങ്ങനെയാണ് നിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നീ നല്ലൊരു പ്ലെയർ ആണ്. നീ ഇപ്പോൾ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടും, അത് ഓർത്തിട്ട് നീ തീരുമാനിച്ചാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ സ്റ്റാൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കോച്ചിനോട് സംസാരിച്ചതിന് ശേഷം സ്റ്റാൻ നേരെ പോകുന്നത് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അവനിപ്പോൾ ആ ഷവർ റൂമിലേക്ക് ചെന്നിട്ട് ഷവർ ഓണാക്കി. എന്നാൽ ഈ സമയത്താണ് ആ പ്രായമുള്ള ടീച്ചറുണ്ടല്ലോ ജെസിക്ക, അവരങ്ങോട്ട് വരുന്നത്. പക്ഷെ അവരുടെ രൂപം വല്ലാത്തൊരു കോലമാണ്. അവരുടെ തൊലിയൊക്കെ പൊളിഞ്ഞു വരുന്നുണ്ട്. അവർക്കിപ്പോൾ ശരീരത്തിലേക്ക് വെള്ളമാക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവർ പങ്കെടു വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന ഉടനെ തന്നെ അവർ ശരീരത്തിലേക്ക് വെള്ളമാക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ശബ്ദം കേട്ട് കേസി അങ്ങോട്ട് വരുന്നത്. കേസി കാണുമ്പോൾ നീ വേഗം ചെന്നിട്ട് ബാക്കിയുള്ളവർ വിളിച്ചോണ്ട് പോവാ എന്നാണ് സ്റ്റാൻ പറയുന്നത്. അതിനെ തുടർന്ന് കേസി അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സമയം ജെസിക്ക ആണെങ്കിൽ തീരെ വയ്യാതെ സ്റ്റാൻഡ് ദേഹത്തേക്ക് കടന്നു. അവനാണെങ്കിൽ അവരെ പിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് അവന്റെ കയ്യിൽ അവരുടെ മുടി മൊത്തം ഇളകിപ്പോയിരുന്നത്. ഇതൊക്കെ കണ്ട് അവൻ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും വീട്ടിലേക്ക് പോവാണ്. ഈ സമയം സ്റ്റാനും കേസിയും ആണെങ്കിൽ ആ ഓൾസന്റെ അടുത്താണുള്ളത്. ആ ജെസിക്കയെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നാണ് സ്റ്റാൻ ഇപ്പോൾ ഓൾസന്റെ അടുത്ത് ചോദിക്കുന്നത്. ഈ സമയം ഓൾസൻ പറയുന്നത് അത് മറ്റൊന്നുമല്ല, ഈ ജെസിക്കയ്ക്ക് ക്യാൻസർ ആണ്, അതുകൊണ്ട് അവർ ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട്, ചിലപ്പം അതിൻ്റെയൊക്കെ ഫലമായിരിക്കും അത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേസി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ ആ കോച്ച് വില്ലിസ് അവിടുത്തെ സ്പ്രിംഗ്ലറിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവൻ അവന്റെ ക്യാമറ വെച്ചിട്ട് ഒരു ഫോട്ടോയും എടുത്തു. അതിൽ അവന്റെ ഈ പ്രവൃത്തി ആ ഓൾസനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ സേക്ക് ആണെങ്കിൽ അവന്റെ കാറിന്റെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ ആ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-3 കുട്ടികൾക്ക് അവൻ എന്തൊക്കെയോ കാസറ്റ് ഒക്കെ കൊടുത്തു. ഈ സമയത്താണ് ഇതും കണ്ടുകൊണ്ട് ആ എലിസബത്ത് അങ്ങോട്ട് വരുന്നത്. ഈ സേക്കിന്റെ ഇല്ലീഗൽ ആയിട്ടുള്ള ഈ ബിസിനസിനെ കുറിച്ചൊക്കെ ഇവർക്ക് നേരത്തെ അറിയാം, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് വാൺ ചെയ്യാനാണ് അവർ പങ്കെടു വന്നിരിക്കുന്നത്. എന്നാൽ ഈ സേക്കിനെ സംബന്ധിച്ച് അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അതുകൊണ്ട് തന്നെ എലിസബത്ത് പറയുമ്പോഴും അവനത് മൈൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല അവനിപ്പോൾ അവർ ഇൻസൾട്ട് ചെയ്ത് വിടുകയാണ്. അവരൊരു പാവം ടീച്ചർ ആയതുകൊണ്ട് ഒന്നും പറയാതെ അവരവിടുന്ന് പോവുകയും ചെയ്തു. പക്ഷെ അവൻ അവരെ ഇൻസൾട്ട് ചെയ്തത് അവർക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ടീച്ചേഴ്സും കുട്ടികളെല്ലാവരും സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ ഡെലു കേസിയും കൂട്ടി നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടിയുണ്ട്, അതായത് ഈ ടീച്ചർമാർ കാണിക്കുന്ന ഉടായ്പൊക്കെ ആ ന്യൂസ് പേപ്പറിൽ കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനാണ് ഇപ്പം ആരും ഇല്ലാത്ത സമയത്ത് അവർ ഈ സ്റ്റാഫ് റൂമിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവരിപ്പം ആ സ്റ്റാഫ് റൂം മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അവിടെ നിന്നും ആ ടേറ്റിന്റെ മദ്യക്കുപ്പി കേസിക്ക് കിട്ടുന്നത്. നമുക്ക് ഇത് പബ്ലിഷ് ചെയ്താലോ? അവൻ്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൾ പറയുന്നത് ഇത് കഴിഞ്ഞ വർഷം ഞാൻ പബ്ലിഷ് ചെയ്താണ്, ആരും അത് വലിയ മൈൻഡ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല എന്തെങ്കിലും നമുക്ക് കിട്ടണം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആരും വരുന്ന ശബ്ദം കേൾക്കുന്നത്. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും ആ റൂമിൻ്റെ അകത്തേക്ക് മറിഞ്ഞിരുന്നു. എന്നാൽ ആ വാതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ആരാടും വരുന്നത് എന്നൊക്കെ അവർക്ക് കാണാൻ പറ്റും. അപ്പൊ അവർ നോക്കുമ്പോൾ അത് ആ ഓൾസണും കോച്ച് വില്ലിസും ആണ്. അവർ സംസാരിക്കുന്നൊക്കെ ഇവരെ ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പൊ വില്ലിസ് പറയുന്നത് ആ ജെസിക്കയുടെ കാര്യമാണ്. അവരുടെ ശരീരം വളരെ പഴയതാണ്, അതുകൊണ്ട് അവരുടെ ശരീരം അത് താങ്ങുന്നില്ല. മാത്രമല്ല അവരുടെ ശരീരത്തിനും വല്ലാതെ ചൂട് പിടിക്കുകയും ചെയ്തു. ആ കാര്യം വില്ലിസ് പറയുമ്പോൾ ഓൾസൺ പറയുന്നത് നീ നിന്റെ ശരീരം നോക്കണം കേട്ടോ, ഈ ക്ലൈമറ്റ് അത്രയ്ക്ക് മോശമാണ്, അത് നിന്റെ നെർവസ് സിസ്റ്റത്തിനെ തന്നെ ബാധിച്ചേക്കും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം അടുത്തായിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂളിൽ ഇപ്പോഴത്തെ അവധിയെക്കുറിച്ചാണ്. ഉടനെ തന്നെ സ്കൂൾ അടയ്ക്കും, അതുകൊണ്ട് കുട്ടികളും ഫാക്കൽറ്റീസും ഒക്കെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവരുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ നേഴ്സായ റോസ് അങ്ങോട്ട് വരുന്നത്. അവൾ ഇപ്പോഴും വല്ലാതെ തുമ്മുന്നുണ്ട്. അങ്ങനെ റോസ് അങ്ങോട്ട് കയറി വന്നിട്ട് അവളുടെ മരുന്ന് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് വില്ലിസ് വന്നിട്ട് അവളെ പിടിക്കുന്നത്. എന്നിട്ട് അയാൾ അവളെ അവിടുത്തെ സോഫയിലേക്ക് പിടിച്ചിട്ടു. ഈ സമയമാകുമ്പോഴേക്കും അയാളുടെ രൂപത്തിനൊരു മാറ്റം വരുന്നുണ്ട്. അയാളിപ്പോൾ അവളുടെ ചെവിയിലേക്ക് നേരത്തെ കണ്ട ആ ജീവി ഉണ്ടല്ലോ ആ ഗ്രൗണ്ട് നീട്ടിയത് അതിനെ തുപ്പാണ്. ഇതൊക്കെ കണ്ട് കേസിയും ഡെലും ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ ഈ സമയത്താണ് അവരടുത്ത് ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവർ നിൽക്കുന്ന റൂമിന്റെ അകത്ത് ആ ജെസിക്കയുടെ ബോഡി ഇരിക്കുന്നു. അതിപ്പോൾ താഴേക്ക് വീണു. അത് കണ്ടതും ഡെലു ഉറക്കെ നിലവിളിച്ചു. ആ നിലവിളി ശബ്ദം ഇപ്പൊ വില്ലിസും ഓൾസനും കേട്ടു. അതിൽ നിന്നും അതിനകത്ത് കുട്ടികളുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ വില്ലിസ് പതുക്കെ ചെന്നിട്ട് ആ ഡോർ തുറന്നു. എന്നാൽ ഈ സമയത്താണ് കേസി ഒരു വടി വെച്ചിട്ട് അയാളെ കുത്തുന്നത്. അതിനെ തുറന്ന് അവർ രണ്ടുപേരും വെളിയിലേക്ക് ഓടുകയും ചെയ്തു. എന്നാൽ കുറെ കൂടി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ആ പ്രിൻസിപ്പളായ ഡ്രേക്കും ടേറ്റും അങ്ങോട്ട് വരുന്നത്. ഈ ഡ്രേക്കിനാണല്ലോ ഓൾസന്റെ കയ്യിൽ നിന്ന് കത്രിക വെച്ച് കുത്തു കിട്ടിയത്. എന്നാൽ ഇപ്പം അവർക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ കുട്ടികളെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവരൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അവരുടെ പുറകിലായിട്ട് വില്ലിസും ടീമും എത്തി. അതിൽ നിന്നും ഇവരെല്ലാവരും ഒരു ടീമാണ് എന്ന കാര്യം കുട്ടികൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെ തട്ടി മാറ്റിയിട്ട് അവർ പിന്നെ അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ ആ ഓടുന്ന വഴിക്ക് കേസി താഴേക്ക് വീണു. ഈ സമയം ഡെലോ ആണെങ്കിൽ നിൽക്കാതെ സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കേസി അവന്റെ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് വന്നു. മാത്രമല്ല അവർ പറഞ്ഞതിനെ തുറന്ന് പോലീസുകാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്.
ഇപ്പൊ കേസി പോലീസുകാരോട് പറയുന്നത് പ്രിൻസിപ്പൽ റൂമിന്റെ അകത്തുള്ള ചെറിയ റൂമിനകത്ത് ഒരു ബോഡി ഉണ്ടെന്നാണ്. അതിനെ തുറന്ന് പോലീസുകാർ ചെന്നിട്ട് അവിടെ ചെക്ക് ചെയ്തു. എന്നാൽ അവർ നോക്കുമ്പോൾ അതിനകത്തൊരു ഡമ്മിയാണ് ഉണ്ടായിരുന്നത്. ആ വില്ലിസും ടീമും നേരത്തെ തന്നെ ആ ബോഡി അവിടെ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കേസ് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പ്രിൻസിപ്പൾ ഒരു പോലീസുകാരനെ വിളിച്ച് മറ്റൊരു റൂമിലേക്ക് പോയി. എന്നിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ പോലീസുകാരൻ തിരിച്ചിറങ്ങി വരുമ്പോൾ അയാളുടെ സംസാരത്തിലൊരു മാറ്റം കാണുന്നുണ്ട്. അതിൽ നിന്നും ഇപ്പൊ അയാൾ അവരുടെ ടീമിലേക്കായി എന്ന കാര്യം കേസിക്ക് മനസ്സിലായി. അതിനിടയിലാണ് പ്രിൻസിപ്പൾ വന്നിട്ട് കേസിയുടെ അമ്മയെ വിളിക്കുന്നത്, ഒരു കാര്യം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അവരതിന് പോകാനും തയ്യാറായി. എന്നാൽ ഈ സമയം കേസി തടഞ്ഞു. കാരണം അമ്മയപ്പോൾ വിട്ടുകഴിഞ്ഞാൽ അമ്മയെ അവരെ പോലെ തന്നെ ആവും എന്ന കാര്യം കേസിക്ക് അറിയാം. അവനിപ്പോൾ പറയുന്നത്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ട്, ആ കാര്യം നിങ്ങൾ മറന്നുപോയോ, വേഗം വന്നേന്നും പറഞ്ഞിട്ട് അവന്റെ അമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ സമയം രാത്രി. കേസി ഇപ്പോൾ അവന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ അവർ രണ്ടുപേരും അത് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഇനി ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് അവൻ പറയുമ്പോൾ നീ എന്തായാലും പോയേ പറ്റൂ എന്നാണ് അവന്റെ അച്ഛൻ പറയുന്നത്. അതുകൂടാതെ അയാൾ പറയുന്നത്, ഇനി നീ ഇവിടുന്ന് ആരെയും ഫോണിലും വിളിക്കാൻ പാടില്ല, ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പാടില്ല, ഒരു എന്റർടൈൻമെന്റും നീ ചെയ്യണ്ട, നേരെ സ്കൂളിലേക്ക് പോവാ, തിരിച്ച് വീട്ടിലേക്ക് വരാം, അത് മാത്രമേ ഇനി നീ ചെയ്യാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അവിടെ നിന്ന് പോയി. എന്നാൽ അവർ പോയ ഉടനെ തന്നെ അവൻ അവന്റെ ജനൽ വഴി വീടിന്റെ മുകളിലേക്ക് കയറി എത്രയും പെട്ടെന്ന് ഡെലുവിന്റെ അടുത്തേക്ക് എത്തണം. അതാണ് അവന്റെ പ്ലാൻ. എന്നാൽ ഈ സമയത്താണ് താഴെയായിട്ട് ആ വില്ലിസിനെയും ടീമിനെ അവൻ കാണുന്നത്. അത് കണ്ടതും അവൻ അവന്റെ വീട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് വേണം. ഇപ്പൊ അവരെ കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ അച്ഛൻ വന്നിട്ട് അവനെ വിളിക്കുന്നത്. എന്നാൽ ഈ സമയം അവൻ നോക്കുമ്പോൾ ആ വില്ലിസിനെയും ടീമിനെ അവിടെ കാണുന്നില്ല. മാത്രമല്ല അവന്റെ അച്ഛനാണെങ്കിൽ അവനെയും വിളിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി കേസിയുടെ അച്ഛനാണ് ഇന്ന് അവനെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് നടക്കുമ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം കാണുന്നത്. ആ കോച്ച് ഇപ്പം അവന്റെ അച്ഛൻ്റെ അടുത്തെന്തോ സംസാരിക്കുകയാണ്. അതിനെ തുറന്ന് അവന്റെ അച്ഛൻ അവനെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ സ്കൂളിന്റെ അകത്തേക്ക് തന്നെ കയറാണ്. അങ്ങനെ അവൻ സ്കൂളിന്റെ അകത്തേക്ക് കയറി അതിനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഡെലു അവന്റെ അടുത്തേക്ക് വരുന്നത്. അവളിപ്പോൾ അവനെയും കൊണ്ട് ഒരു റൂമിന്റെ അകത്തേക്ക് കയറി. ഈ സമയം അവിടെ ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്. പേര് വിളിക്കുന്ന കുട്ടികളൊക്കെ സ്റ്റാഫ് റൂമിലേക്ക് വരണം, നിങ്ങളുടെ ചെവി ഒന്ന് പരിശോധിക്കാനാണ് എന്നാണ് ആ അനൗൺസ്മെന്റിൽ പറയുന്നത്. പക്ഷെ അത് കുട്ടികളെ കൂടെ അവരുടെ ടീമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന കാര്യം ഡെലുവിന് അറിയാം. അതുകൊണ്ടാണ് ഇവരിപ്പോൾ പോവാത്തത്. ഇപ്പൊ ഡെലു കേസിന്റെ അടുത്ത് പറയുന്നത്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കും പറയണം, ഞാൻ ഈ കാര്യം സ്റ്റാനിനെ അറിയിക്കാൻ പോവാണ് എന്നാണ് അവള് പറയുന്നത്. ഇതേസമയം തന്നെ സ്റ്റാഫ് റൂമിലാണെങ്കിൽ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ ഒരു ടീമാണ്. പക്ഷെ അവർക്ക് വെള്ളമില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരവിടെ ഇങ്ങനെ വെള്ളം സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ സ്റ്റോക്കിലാണെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ നിൽക്കുകയാണ്. അവളുടെ അടുത്തായിട്ട് മേരിബത്തുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇപ്പൊ നല്ല ഫ്രണ്ട്സാണ്. ഈ സമയം കുറച്ച് അപ്പുറത്തായിട്ട് ആ സ്റ്റാൻ ഇരിക്കുന്നുണ്ട്. കുറെ ദിവസമായിട്ട് ഈ സ്റ്റോക്കിലേക്ക് ഈ സ്റ്റാനിനോടൊരു ഇഷ്ടം. പക്ഷെ ഇതുവരെയായിട്ടും അവളത് പറഞ്ഞിട്ടില്ല. ആ കാര്യം മേരിബത്തിനും അറിയാം. ഇപ്പൊ മേരിബത്ത് അവളോട് പറയുന്നത്, ഇനിയെങ്കിലും നീ കാര്യം അവനോട് പോയി പറയുന്നതാണ്. പക്ഷെ അവൾക്ക് എന്തോ ഒരു പേടി. അത് മനസ്സിലായ മേരിബത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അതിൽ നടക്കുമ്പോൾ സ്റ്റോക്കിലെ തള്ളി സ്റ്റാൻഡ് ദേഹത്തേക്കിടാണ്. അതിനെ തുറന്ന് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി, പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ പ്രൊഫസർ ടേറ്റ് വന്നിട്ട് ഇപ്പൊ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ അയാൾ മദ്യമാണ് കഴിക്കാറുള്ളത്. എന്നാൽ പതിവിന് വിപരീതമായിട്ട് ഇന്ന് അയാൾ ഒരു കുപ്പി വെള്ളമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അയാളിപ്പോൾ എല്ലാ കുട്ടികളോടും പറയുന്നത്, നിങ്ങളൊരു പേപ്പർ എടുത്ത് നിങ്ങളുടെ പാരൻസിന്റെ പേര് എഴുതണം, മാത്രമല്ല അതിന്റെ അടുത്തായി നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സിന്റെ പേരും കൂടെ എഴുതണം. ഇതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ബ്രേക്ക് ടൈം ആയി. ഈ സമയത്താണ് മേരിബത്ത് ഇപ്പം സേക്കിന്റെ അടുത്തേക്ക് വരുന്നത്. ഇവക്ക് ഈ സേക്കിനോട് വല്ലാത്തൊരു ഇഷ്ടം. അപ്പൊ അവളെ നോക്കുമ്പോൾ സേക്ക് അവന്റെ ലോക്കറിൽ നിന്നും ആ ഡ്രഗ്സ് നിറച്ച പെണ്ണെടുക്കുകയാണ്. അവൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, എന്താ നിനക്കിത് വേണോ എന്നായി അവന്റെ ചോദ്യം. അതേക്കുമ്പോൾ, അയ്യോ എനിക്ക് വേണ്ട, ഒന്നാമത് എനിക്ക് അലർജിയാണ്, ഇതെങ്ങാനും ഞാൻ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും എന്നാണ് അവൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവളിപ്പോൾ അവനെ സ്വയം പരിചയപ്പെടുത്തി. അങ്ങനെ ഇരിക്കുകയാണ് സ്റ്റോക്കിലി സ്റ്റാനും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുട്ടികളൊക്കെ സ്റ്റാഫ് റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അത് കണ്ട് എന്തോ സംശയം തോന്നുന്ന സ്റ്റോക്കിലി സ്റ്റാഫ് റൂമിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ ആ നേഴ്സായ റോസ് ഒരു കുട്ടിയുടെ ചെവി പരിശോധിക്കുകയാണ്. മാത്രമല്ല ഈ സമയം അവൾ അങ്ങോട്ട് നോക്കുന്ന കാണുമ്പോൾ ആ പ്രിൻസിപ്പൾ വന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് അവൾക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്, എന്തോ ഇവിടെ സംഭവിക്കുന്ന പോലെ. ഈ സമയത്താണ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് ഗേബ് എന്ന് പറയുന്നൊരു പയ്യൻ വരുന്നത്. ഇത്രയും ദിവസമായിട്ട് ഈ സ്റ്റാൻ ആയിരുന്നു ഇവരുടെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ. എന്നാൽ ഇപ്പൊ അവൻ ഒഴിവായതുകൊണ്ട് ഈ ഗെയിമാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. അതിനെക്കുറിച്ച് പറയാനാണ് ഗേബ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമ്പോഴാണ് സ്റ്റാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് ആ ഓൾസൺ ആയിരുന്നു. അവരുടെ പുറകില് 2 പോലീസുകാരുണ്ട്. അവരെന്തോ ധൃതി പിടിച്ച് സ്റ്റാഫ് റൂമിന്റെ അകത്തേക്ക് കയറിയവരാണ്. ഇതൊക്കെ കാണുമ്പോൾ സ്റ്റാനിനും ഡൗട്ട് തോന്നി, എന്തോ ഇവിടെ സംഭവിക്കുന്ന പോലെ. അതിനിടയിലാണ് ഡെലു വന്നിട്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞ് സ്റ്റാൻഡ് അവിടെ വിളിച്ചോട്ട് പോകുന്നത്. ഈ സമയം തന്നെ അവളുടെ പുറകിലായിട്ട് കേസിയും വരുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ സ്റ്റോക്കിലെ അവിടെ നിൽക്കുന്നു. എനിക്കൊരു കാര്യം നിന്നോട് പറയേണ്ടെന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ സ്റ്റോക്കിലെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി. ഇതേസമയം തന്നെ സെയ്ക്ക് ആണെങ്കിൽ ആ മേരിബത്തിനെയും വിളിച്ചോണ്ട് പുറത്തുകൂടെ ഇങ്ങനെ കറങ്ങി കിടക്കാണ്. അതിനിടയിലാണ് അവൻ അവിടുത്തെ കുട്ടികളെ ശ്രദ്ധിക്കുന്നത്. എല്ലാവരിലും എന്തോ ഒരു മാറ്റം അവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനും ഡൗട്ടായി. ഈ സമയത്താണ് 2 പേര് അവനിടുന്ന ഡ്രഗ്സ് വാങ്ങാൻ വരുന്നത്. അവർ ചോദിച്ച ഡ്രഗ്സ് അവൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ പുറകിലായിട്ട് ഇപ്പം ആ എലിസബത്ത് വന്നു. എന്നാൽ എലിസബത്ത് ഇപ്പം നേരത്തെ കണ്ടതുപോലെയല്ല, അവൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അവളിപ്പോൾ സെയ്ക്കിനോട് പറയുന്നത്, ഇനി മേലാൽ ഈ ഡ്രഗ്സ് അങ്ങനെ ഇവിടെ വിറ്റ് കഴിഞ്ഞാൽ നീ അതോടെ വിവരം അറിയും എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഒരു മാറ്റം കണ്ടപ്പം അവന് സംശയമായി.
എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ കേസി ആണെങ്കിൽ ആ സ്റ്റോക്കിലെയും കൊണ്ട് ലൈബ്രറിയിലിരിക്കുകയാണ്. ഈ സ്റ്റോക്കിലേക്ക് ഈ സയൻസ് ഫിക്ഷൻ കാര്യങ്ങളിൽ നല്ല അറിവാണ്. അതുമായി ബന്ധപ്പെട്ട സിനിമകൾ, പുസ്തകങ്ങൾ അതൊക്കെ അവൾ ഇഷ്ടം പോലെ വായിച്ചിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഏലിയൻസ് വന്ന് ഒരു നഗരം മൊത്തം കീഴ്പ്പെടുത്തുന്നു. അവരവിടുത്തെ ആൾക്കാരെ മൊത്തം അവരുടെ ഭാഗത്തേക്കാക്കി. ഒരുപക്ഷെ അതാണോ ഈ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കേസിയുടെ ചോദ്യം. അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം അത് തള്ളിക്കളയാൻ സ്റ്റോക്കിലേക്കും കഴിയുന്നില്ല. അങ്ങനെ ഒരു സംശയം ഇവക്കും തോന്നുന്നുണ്ട്. പക്ഷെ അവളിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏലിയൻസ് ഇങ്ങോട്ട് വന്നാണെങ്കിലും ആദ്യം ഒരേ ഏലിയൻ ഇങ്ങോട്ട് വരുമല്ലോ അതിന്റെ രൂപത്തിൽ. അങ്ങനെ ഒരു സാധനത്തിനെ കാണാത്തടത്തോളം കാലം പിന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഏലിയൻ ഇൻവേഷൻ ആണ് എന്ന കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുന്ന കേസി പറയുന്നത്, ഒരുപക്ഷെ എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ആ ചെറിയ ജീവി ഉണ്ടല്ലോ നമ്മൾ അക്വോറിയത്തിലേക്ക് ഇട്ട്, ഇനി അതാണെങ്കിലോ ഏലിയൻ, അത് ശരിയാണ് എന്ന് അവക്കും തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും വേഗം തന്നെ ലാബിലേക്ക് വന്നു, ആ അക്വോറിയത്തിനടുത്തേക്ക്. എന്നാൽ ഇപ്പം അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ അക്വോറിയത്തിനകത്ത് ആ സാധനം ഉണ്ടായിരുന്നില്ല. ഈ സമയം അവരുടെ കൂടെ ഡെലു ഉണ്ട്, സ്റ്റാനും ഉണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും ഡെലു സ്റ്റാൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താണ് ഇവിടെ അന്വേഷിക്കുന്നത്, എന്താണ് സംഭവം? സ്റ്റാൻ അത് ചോദിക്കുമ്പോൾ കേസി കാര്യങ്ങളൊക്കെ സ്റ്റാൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് അവരുടെ കണ്ടെത്തലുകളും അവരുടെ സംശയങ്ങളും. അതെല്ലാം കേൾക്കുമ്പോൾ ഒരു ഏലിയൻ ഇവിടേക്ക് വന്നു എന്നൊന്നും സ്റ്റാൻ വിശ്വസിക്കുന്നില്ല. ഈ സമയത്താണ് ഇവരുടെ ഈ സംസാരം കേട്ട് സേക്കും മേരിബത്തും അങ്ങോട്ട് വരുന്നത്. എന്നാൽ അവരുടെ പുറകിലായിട്ട് ആ പ്രൊഫസർ എഡ്വാർഡും ഉണ്ടായിരുന്നു. അങ്ങനെ എഡ്വാർഡും കൂടെ അങ്ങോട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ അവരിപ്പോൾ എഡ്വാർഡിന്റെ അടുത്തും പറഞ്ഞു. എന്നാൽ ഇവർ വിചാരിക്കുന്ന പോലെ എഡ്വാർഡ് ഒരു മനുഷ്യനല്ല, അയാളിപ്പോൾ ഏലിയൻ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അയാൾ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത് കണ്ടതും സേക്ക് ഒരു കത്തിയെടുത്ത് അയാളുടെ വിരൽ വെട്ടിക്കളഞ്ഞു. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ തെറിച്ചുപോയ വിരലുകളൊക്കെ ഇപ്പൊ അയാളുടെ അടുത്തേക്ക് ഓടി വരാണ്. മാത്രമല്ല അയാളുടെ ആ വിരലുകളുടെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ജീവിയുടേതുപോലെ നാരുകളുണ്ട്. അയാളിപ്പോ സേക്കിനെ പിടിച്ച് അയാളുടെ നാക്ക് നീട്ടാൻ തുടങ്ങി, അവരെ കടിക്കാൻ വേണ്ടി. എന്നാൽ ഈ സമയത്താണ് അവൻ അവന്റെ കയ്യിലെ പെന്ന് വെച്ചിട്ട് അയാളുടെ കണ്ണിനൊരു കുത്തു കൊടുക്കുന്നത്. അത് ആ ഡ്രഗ്സ് ഉള്ള പെന്നായിരുന്നു. അതിനെ തുറന്ന് അയാൾക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അയാൾ പുറകിലേക്ക് ചെന്ന് വീണു. അങ്ങനെ അയാൾ വീണ് കഴിഞ്ഞിട്ട് അവർ ചെന്ന് നോക്കുമ്പോൾ അയാളിപ്പോൾ മരിച്ചു കിടക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ അപ്പൊ ഏലിയൻ ഇൻവേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യം ഇപ്പം എല്ലാവർക്കും ബോധ്യമായി. ഈ സമയം കേസി നോക്കുമ്പോൾ താഴെ ആ ജീവി കിടക്കുന്നുണ്ട്. അതിപ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. അവൻ ഉടനെ തന്നെ അതിനൊരു കുപ്പിയിലേക്ക് ഇട്ടു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർ വേഗം അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കുറെ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും വല്ലാത്തൊരു നോട്ടമാണ് ഇവരെ നോക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഏതാണ് ഏലിയൻസ്, ഏതാണ് നോർമൽ ആൾക്കാർ എന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കണ്ട എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ അവർ വേഗം സേക്കിന്റെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ സിറ്റിയിലേക്ക് എത്തുമ്പോൾ അവിടെ കുറെ പോലീസുകാർ, ഇതും ആ ഏലിയൻസ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ വണ്ടി നിർത്താതെ വേഗം സേക്കിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വണ്ടി നിർത്തി അവർ സേക്കിന്റെ വീട്ടിലേക്ക് കയറി. ഇവിടെ സേക്കിന്റെ അച്ഛനും അമ്മയൊന്നുമില്ല, അവർ പുറത്താണ്. അതുകൊണ്ട് ഇവൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. മാത്രമല്ല അവൻ ഈ ഡ്രഗ്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതും ഈ വീട്ടിൽ വെച്ചിട്ടാണ്. അതിന്റെ ഒരു ലാബ് തന്നെ അവൻ അവന്റെ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ശരിക്കും അത്ഭുതമായി. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം സേക്ക് കേസിന്റെ കയ്യിൽ നിന്നും ആ ജീവിയെ മേടിച്ചു. എന്നിട്ട് അവനത് അവന്റെ മൈക്രോസ്കോപ്പ് വഴി ചെക്ക് ചെയ്യാണ്. അതിനുശേഷം ആ ജീവിയുടെ ഒരു കഷ്ണം മുറിച്ചിട്ട് അവിടെ കൂട്ടിലൊരു എലിയെ വെച്ചിട്ടുണ്ട്. അവൻ അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് ആ ജീവിയുടെ ദേഹത്ത് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തു. എന്നാൽ വെള്ളം തളിച്ചതും ആ ജീവി ഇപ്പൊ ചാടി ആ എലിയെ പിടിച്ചു. എന്നിട്ട് അതിന്റെ ചെവിക്കകത്തേക്ക് കയറിപ്പോയും ചെയ്തു. അങ്ങനെ ആ ജീവി എലിയുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞപ്പം ഇപ്പൊ എലിയുടെ കൺട്രോള് ആ ജീവിക്കാണ്. അത് മനസ്സിലായതും അവർ ഉടനെ തന്നെ ആ എലിയെ കൊന്നളഞ്ഞു. എന്നിട്ട് അതിന്റെ വയറ് കയറിയിട്ട് ആ ജീവിയെ വെളിയിലേക്ക് എടുത്തു. ഇപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ജീവി ഒരു പാരസൈറ്റ് ആണ്. മറ്റൊരാളുടെ ശരീരം ഉണ്ടെങ്കിലേ ഈ ജീവിക്ക് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ അതൊരു ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം ഈ ജീവിയുടെ കൺട്രോൾ ആയിരിക്കും. എന്നാൽ ആ ശരീരത്തിന്റെ അകത്ത് വെള്ളം ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ സേക്കിന്റെ ആ ഡ്രഗ് ആ ജീവിയുടെ ശരീരത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആ ജീവി ചത്തുപോവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് അവരുടെ ഡൗട്ട്, ഇനി ഇവരുടെ കൂട്ടത്തിൽ ആരുടെങ്കിലും ശരീരത്തിൽ ആ ഏലിയൻ കയറിയിട്ടുണ്ടോന്നാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും ആ ഡ്രഗ് എടുക്കാനാണ് സേക്ക് ഇപ്പോൾ പറയുന്നത്. അതിനെ തുറന്ന് ഓരോരുത്തരായിട്ട് ഡ്രഗ് എടുക്കാൻ തുടങ്ങി. എല്ലാവരും ഡ്രഗ് എടുത്തതിന് ശേഷം അവസാനം ഡ്രഗ് എടുക്കാനിരിക്കുന്നത് മേരിബത്തും ഡെലുവാണ്. മേരിബത്ത് ഇപ്പം ഡ്രഗ് എടുത്തു. എന്നാൽ ഡെലു ഡ്രഗ് എടുക്കാതെ ആ പെണ്ണ് തട്ടിക്കളയാണ്. കാരണം അവളുടെ ശരീരത്തിൽ ആ ഏലിയൻ ഉണ്ട്. ഇപ്പൊ അവളുടെ മുഖത്തിലൊക്കെ ഒരു മാറ്റം വന്നു. അവളിപ്പോൾ എല്ലാവരെയും അറ്റാക്ക് ചെയ്തിട്ട് സേക്കിന്റെ അവിടെ ഉണ്ടായിരുന്ന ലാബിന്റെ സെറ്റപ്പ് മൊത്തം നശിപ്പിച്ച കളയാണ്. എന്നിട്ട് വേഗം തന്നെ അവൾ വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ സമയം അവളെ പിക്ക് ചെയ്യാൻ ഒരാൾ കാറിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾ ഉടനെ തന്നെ ആ കാറിലേക്ക് കയറി പെട്ടെന്ന് അവിടുന്ന് പോവാണ്. ഇതെല്ലാം കണ്ട് സേക്കിനാണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം ആ ഡ്രഗ് ഉണ്ടാക്കാനുള്ള മുഴുവൻ സെറ്റപ്പും അവളിപ്പോൾ നശിപ്പിച്ചു. ഇനി അവന്റെ കയ്യിലാണെങ്കിൽ വളരെ കുറച്ച് ഡ്രഗേ ഉള്ളൂ. മാത്രമല്ല ഇപ്പൊ ഇവരൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്, ഈ ഏലിയൻ ഒരു ക്യൂൻ ഉണ്ടായിരിക്കും. ആ ക്യൂവിന്റെ കൊന്നു കളഞ്ഞാൽ അതോടുകൂടെ ബാക്കിയുള്ള ആൾക്കാരുടെ ശരീരത്തിലുള്ള എല്ലാ ജീവികളും ചത്തുപോകും. അവരെല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഏലിയന്റെ ക്യൂവിനെ കണ്ടുപിടിക്കണം. പക്ഷെ അത് ആരുടെ ശരീരത്തിലാണ് ഉണ്ടായിരിക്കുക എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇവർക്കില്ല. അങ്ങനെ ഒരു വേഗം സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഇപ്പൊ ഒരു സ്കൂളിലേക്ക് എത്തുമ്പോൾ അവിടെ ആ ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിറ്റിയിലുള്ള മുഴുവൻ ആൾക്കാരും ആ കളി കാണാൻ വന്നിട്ടുണ്ട്. ഈ കളിയുടെ മറവിൽ ഇവരെല്ലാവരും ഏലിയൻസ് ആക്കാനാണ് അവരുടെ പരിപാടി എന്ന കാര്യം സേക്കിനും കൂട്ടർക്കും മനസ്സിലായി. അങ്ങനെ അവിടെ ഒന്ന് നോക്കിയതിനു ശേഷം അവരെല്ലാവരും കൂടെ ഇപ്പൊ സ്കൂളിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവർ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാണ്.
ഈ സമയത്താണ് ആ പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ ഇനി ഇവളാണോ ആ ഏലിയന്റെ ക്യൂൻ എന്നൊരു ഡൗട്ട് അവർക്ക് തോന്നി. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവരിപ്പോൾ അവളെ പിടിച്ചു. എന്നിട്ട് അവളുടെ അടുത്ത് ഒരു പെണ്ണ് കൊടുത്ത് ഈ ഡ്രഗ് എടുക്കാനാണ് അവരിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്. എന്നാൽ പ്രിൻസിപ്പൾ അത് കേൾക്കുന്നില്ല. എത്ര പറഞ്ഞിട്ട് അവൾ കേൾക്കാത്ത കാണുമ്പോൾ സേക്ക് ഒരു തോക്കെടുത്തിട്ട് അവളെ നെറ്റിക്ക് വെടിവെക്കുകയാണ്. അതോടുകൂടെ അവൾ മരിച്ചു വീണു. എന്നാൽ മരിച്ചു വീണതും അടുത്ത സെക്കൻഡിൽ അവൾ ചാടി എഴുന്നേറ്റു. ഈ സമയം അവളുടെ ശരീരത്തിൽ നിന്നും ആ പാരസൈറ്റ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഇതെല്ലാം കാണുമ്പോൾ മേരിബത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ കുറച്ച് ഡ്രഗ്സ് ഇരിക്കുന്നുണ്ട്. അത് മൊത്തം ആ പ്രിൻസിപ്പളുടെ മോത്തേക്കിടാണ്. അതോടുകൂടെ ആ ഏലിയനും ചത്തുപോയി. എന്നാൽ ആ ഡ്രഗ്സ് മൊത്തം അവളുടെ മോത്തേക്ക് ഇട്ടുകൊണ്ട് ഇനിയിപ്പോൾ പെന്നുകളിൽ അവശേഷിക്കുന്ന ഡ്രഗ്സ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ഇതിൽ നിന്നും ഒരു കാര്യം അവർക്ക് മനസ്സിലായി. അപ്പൊ ഈ പ്രിൻസിപ്പൾ അല്ല ആ ഏലിയന്റെ ക്യൂൻ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവരിപ്പോൾ സ്കൂളിന്റെ മുറ്റത്തേക്ക് എത്തി. അവിടുത്തെ ഡോറൊക്കെ ക്ലോസ് ആണ്. ഇപ്പൊ അവർ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. കളിയൊക്കെ അവസാനിച്ചു. എല്ലാവരും ഇപ്പൊ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നവർക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് ആ ക്യൂവിനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഈ സമയം സ്റ്റാൻ പറയുന്നത് ഞാൻ അവിടെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അത്രയും പറഞ്ഞ് സേക്കിന്റെ കയ്യിൽ നിന്ന് ഒരു പെന്നും മേടിച്ചുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ആകെ 2 പെന്നുകളാണ് ബാക്കിയുള്ളത്. അതിലൊന്നും മേടിച്ചുകൊണ്ടാണ് അവനിപ്പോൾ വെളിയിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ സ്റ്റാൻ ഇപ്പം ആ ഗ്രൗണ്ടിലേക്ക് എത്തി. എന്നാൽ അവൻ നോക്കുമ്പോൾ ആ കോച്ചും അയാളുടെ കൂടെയുള്ള ഏലിയൻസും അവിടെ നിന്ന് ഇങ്ങനെ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ രൂപം കണ്ടപ്പോൾ സ്റ്റാൻ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ സ്കൂളിലേക്ക് ഓടിയെത്തി. എന്നിട്ട് അവൻ വാതിൽ ഓർക്കാനാണ് പറയുന്നത്. എന്നാൽ അവർ വാതിൽ ഓർക്കുന്നില്ല. കാരണം ഇവനെ ആ ഏലിയൻ പിടിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇവർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സേക്കിന്റെ കയ്യിലുള്ള അവസാനത്തെ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് അവരിപ്പോൾ സ്റ്റാനിന് കൊടുത്തു. എന്നിട്ട് ആ ഡ്രഗ് എടുത്തതിന് ശേഷം അകത്തേക്ക് കയറ്റി വിടാം എന്നാണ് അവർ പറയുന്നത്. അതിനെ തുറന്ന് സ്റ്റാൻ ആ പെണ്ണെടുത്തു. എന്നാൽ അവൻ ആ ഡ്രഗ് എടുക്കുന്നില്ല. അതിൽ നിന്നും അപ്പൊ അവനെ ആ ഏലിയൻ പിടിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ അവർ വാതിൽ ഓർക്കാത്തോണ്ട് നിങ്ങൾക്കുള്ള പണി ഉടനെ തന്നെ തരാമെന്നും പറഞ്ഞിട്ട് അവൻ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സേക്കും ടീമും ഇപ്പൊ സ്കൂളിന്റെ അകത്തേക്ക് തന്നെ കയറി. എന്നിട്ട് അവരിപ്പോൾ ഒരു ചർച്ചയിലാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം അവസാനത്തെ ഡ്രഗും തീർന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സേക്ക് ഒരു കാര്യം പറയുന്നത്. നമുക്ക് പോയിട്ട് എന്റെ കാർ ഒന്ന് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ അതിനകത്ത് ആ പെണ്ണുണ്ടാവാൻ സാധ്യതയുണ്ട്. അവൻ അത് പറഞ്ഞപ്പം അവരതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സാക്കും കേസിയും ബാക്കിയുള്ളവർ അവിടെ എടുത്തിട്ട് അവർ സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവർ ആ സ്കൂൾ ബസിന്റെ അടുത്തുകൂടെ സേക്കിന്റെ കാറിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഈ സമയത്താണ് കോച്ചും ടീമും അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവരൊരു ബസിന്റെ അടിയിലേക്ക് പതുങ്ങിയിരുന്നു. പക്ഷെ കാറാണെങ്കിൽ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. അവർക്ക് 2 പേർക്കും കൂടെ ആ കാറിന്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് കോച്ചിന്റെയും ടീമിന്റെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കേസി പവർന്ന് ഓടി. അതിന് തുറന്ന് കോച്ചും ടീമും പവന്റെ പുറകെ പോവാണ്. അങ്ങനെ കേസി വേഗം തന്നെ ഒരു ബസ്സിനകത്ത് കയറി. എന്നാൽ ഈ സമയത്ത് ആ ബസ്സിനകത്ത് ഡേലു ഉണ്ടായിരുന്നു. അവളിപ്പം അവനെ പിടിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരാണ്. മാത്രമല്ല ഈ സമയമാകുമ്പോഴേക്കും കോച്ചും ടീമും അങ്ങോട്ട് വന്ന് ആ ബസ്സൊക്കെ തല്ലി പൊളിക്കാൻ തുടങ്ങി. എന്നാൽ അവരതിന്റെ അകത്തേക്ക് കയറിയതും അവൻ ബസ്സിന്റെ ഒരു ഡോറ് തുറന്നിട്ട് അതിന്റെ റൂഫിലേക്ക് കയറി. എന്നിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതേസമയം സെയ്ക്കാണെങ്കിൽ അവന്റെ കാറിന്റെ അടുത്തേക്ക് എത്തി അതിന്റെ ഡിക്കി മൊത്തം ചെക്ക് ചെയ്യാണ്. പക്ഷെ എവിടെയും ഒരൊറ്റ പിന്നുപോലും കാണുന്നില്ല. എന്നാൽ ഈ സമയത്താണ് ആ എലിസബത്ത് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് അവൾ അങ്ങോട്ട് വന്നു കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ അതിനിടയിൽ കാറിനകത്തായിട്ട് ആ പെണ്ണിരിക്കുന്നത് അവൻ കാണുകയും ചെയ്തു. അതുകൊണ്ട് അവൻ വേഗം തന്നെ ആ കാറിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാൽ അപ്പോഴേക്കും ആ കാറിന്റെ ചില്ലും പൊളിച്ചിട്ട് അവൾ അതിനകത്തേക്ക് തലയിട്ടു. എന്നാൽ അവൻ നിർത്താതെ വണ്ടി മുന്നോട്ട് ഓടിക്കുകയാണ്. അങ്ങനെ കുറെ പോയി ഒരു ബസ്സിന്റെ അടുത്തെത്തുമ്പോൾ അവൻ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ആ ബസ്സിനിടിച്ചു. അതിന് തുറന്ന് അവൾ അതിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. ബസ്സാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. പക്ഷെ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അവന് കുഴപ്പമൊന്നും പറ്റിയില്ല. അങ്ങനെ വേഗം തന്നെ അവൻ ആ പെണ്ണെടുത്ത് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് അവനൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ എലിസബത്തിന്റെ തലയിപ്പം അവളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. എങ്കിലും ആ പാരസൈറ്റുകൾ ആ തലയും കൊണ്ട് അവളുടെ ഉടലിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൾ ആ തല എടുത്തിട്ട് അവളുടെ ശരീരത്തിലേക്ക് വയ്ക്കുകയും ചെയ്തു. അതിനിടയിൽ സേക്ക് ആണെങ്കിൽ നേരെ സ്കൂളിലേക്ക് ഓടുകയാണ്. ഇതേസമയം തന്നെ മേരിബത്തും സ്റ്റോക്ലിയും ആ സ്കൂളിന്റെ അകത്തിരിക്കുകയാണ്. അവരിങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് മേരിബത്ത് സ്റ്റോക്ലിക്ക് ഇട്ട് ഒരൊറ്റ ഇടി കൊടുക്കുന്നത്. അതിനെ തുറന്ന് സ്റ്റോക്ലി അപ്പുറത്തേക്ക് തെറിച്ചു വീണു. അതോടുകൂടെ മേരിബത്തിന്റെ രൂപം മൊത്തം മാറുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഈ മേരിബത്താണ് ഈ ഏലിയന്റെ ക്യൂൻ എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇതും കണ്ടുകൊണ്ട് കേസി അങ്ങോട്ട് ഓടിയെത്തി. അവൻ ഉടനെ തന്നെ സ്റ്റോക്ലിയും വിളിച്ചുകൊണ്ട് അവിടെ ഓടുകയാണ്. അങ്ങനെ ഓടി അവരിപ്പോൾ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ ഏലിയനും അങ്ങോട്ട് വന്നിട്ട് ആ പൂളിലേക്ക് ചാടി. എന്നിട്ട് അവൾ വേഗം തന്നെ സ്റ്റോക്കിലെ പിടിച്ച് ആ വെള്ളത്തിലേക്ക് ഇടാണ്. എന്നാൽ വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ത്തിയിട്ട് ആ ഏലിയൻ അവളെ കടിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കേസി വന്നിട്ട് അവളെ പുറത്തേക്ക് വലിച്ചു കയറ്റി. ഈ സമയമാകുമ്പോഴേക്കും ഏലിയൻ അവിടുന്ന് പൊങ്ങി വന്നു. അത് കണ്ടതും കേസി വേഗം സ്റ്റോക്കിലെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടി. ഈ സമയമാകുമ്പോഴേക്കും മേരിബത്താണെങ്കിൽ ആ പൂളിൽ നിന്ന് വെളിയിലേക്ക് കയറി. ഇതേസമയം തന്നെ ആ സേക്ക് ഇപ്പോൾ സ്റ്റോക്ലിയുടെ അടുത്തേക്ക് എത്തി. അവളിപ്പോൾ അവനോട് കാര്യങ്ങൾ പറയുമ്പോഴാണ് മേരിബത്ത് അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ മേരിബത്ത് എങ്ങനെയാണ് ആ ഡ്രഗ് വലിച്ചതിൽ നിന്ന് രക്ഷപ്പെട്ടത്? നേരത്തെ സേക്കിന്റെ വീട്ടിൽ വെച്ചിട്ട് അവൾ യഥാർത്ഥത്തിൽ ഡ്രഗ് വലിച്ചിട്ടില്ല. അവൾ അത് വലിക്കാൻ വേണ്ടി ആ പെണ്ണ് മൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ആ സമയത്ത് അവൾ അവളുടെ മൂക്ക് ക്ലോസ് ചെയ്തു. മാത്രമല്ല അതിന്റെ അടിഭാഗം തുറന്നു വിട്ടിട്ട് അവൾ ആ ഡ്രഗ് കളയുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ആരും കണ്ടിട്ടില്ല. ഇപ്പൊ അവളുടെ സംസാരത്തിൽ അവൾ ഏലിയനാണ് എന്ന കാര്യം സേക്കിന് മനസ്സിലായി. അതുകൊണ്ട് അവനൊരു പെണ്ണെടുത്ത് അവളെ കുത്താൻ തുടങ്ങാണ്. എന്നാൽ പെട്ടെന്നാണ് സ്റ്റോക്ലി അവന്റെ കയ്യിൽ പിടിക്കുന്നത്. ഇപ്പൊ സ്റ്റോക്ലിയുടെ ശരീരത്തിലും ആ ഏലിയൻ ഉണ്ട്. ഇപ്പൊ അവള് സേക്കിനെ പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് കേസി അവളുടെ പുറകിലൂടെ വന്നിട്ട് സ്റ്റോക്കിലെ പിടിക്കുന്നത്. എന്നിട്ട് അവളെ അവിടുത്തെ ഒരു കൂട്ടിന്റെ അകത്തേക്ക് ആക്കിയിട്ട് ആ വാതിൽ ലോക്ക് ചെയ്തു. അതിനുശേഷം അവൻ സേക്കിനെ കൊണ്ട് അവിടെ ഓടുകയാണ്. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവർ 2 വഴിക്ക് പിരിഞ്ഞു.
പിന്നീട് കേസി കേൾക്കുന്നത് സേക്കിന്റെ നിലവിളിയാണ്. അവിടുത്തെ ഷെൽഫിന്റെ മുകളിൽ നിന്നും അവൻ താഴേക്ക് വീണു. അങ്ങനെ സേക്ക് താഴേക്ക് വീണതിന് ശേഷം കേസി ചെന്ന് നോക്കുമ്പോൾ അവനിപ്പോൾ ബോധമില്ല. അതുകൊണ്ട് അവിടെ താഴെ വീണ് കിടക്കുന്ന പെന്നും എടുത്തിട്ട് അവൻ അവിടുന്ന് ഓടി. ഈ സമയം മേരിബത്താണെങ്കിൽ കേസി അന്വേഷിച്ച് നടക്കുകയാണ്. അതിലിങ്ങനെ നടക്കുന്ന സമയത്ത് അവൾ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന കാര്യമൊക്കെ അവൾ പറയുന്നുണ്ട്. അതായത് അവളുടെ ഗ്രഹം നശിച്ചുപോയി, അവൾക്ക് ജീവിക്കാൻ ഒരു സ്ഥലമില്ല, അതുകൊണ്ടാണ് അവളിപ്പോൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ അവൾ അവനോട് പറയുന്നത്, നീ എന്റെ കൂടെ നിൽക്ക്, ഇവിടുത്തെ ഒരു കഷ്ടപ്പാടും അനുഭവിക്കാതെ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ അവൾ പറഞ്ഞു. എന്നാൽ അവനത് കേൾക്കുന്നില്ല. അത് കാണുന്ന ഏലിയൻ ആണെങ്കിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു, ഭീമാകാരമായിട്ടുള്ള രൂപം. എന്നിട്ട് അവിടെ മൊത്തം തല്ലി പൊളിച്ചുകൊണ്ട് കേസിന്റെ പുറകോടാണ്. ഈ സമയം കേസി നേരെ പോകുന്നത് അവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിന്റെ അടുത്തേക്കാണ്. ആ ഇരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ പുറകിലേക്ക് വലിക്കാൻ പറ്റും. അതിനവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അവൻ അത് ഞെക്കിയിട്ട് ആ ഇരിപ്പിടത്തിന്റെ ഇടയിലേക്ക് ഓടുകയാണ്. അതിനെ തുറന്ന് അതിങ്ങനെ പതുക്കെ പതുക്കെ പുറകിലേക്ക് വരാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ ഏലിയൻ അതിന്റെ ഇടയിലേക്ക് കയറി എന്നിട്ട് അവന്റെ പുറകെ വരികയാണ്. അങ്ങനെ അതിന്റെ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും ആ ഇരിക്കുന്ന ഭാഗം മൊത്തം പുറകിലേക്ക് വലിഞ്ഞു. അതിനെ തുറന്ന് ആ ഏലിയൻ അതിനകത്ത് ലോക്കാവുകയും ചെയ്തു. അതിന് പനങ്ങാൻ പറ്റുന്നില്ല. ഈ സമയം കേസിന്റെ കയ്യിൽ ആ ഡ്രഗ്സിന്റെ പെന്നുണ്ട്. അവൻ അത് എടുത്തിട്ട് ആ ഏലിയന്റെ കണ്ണിനൊരു കുത്തു കൊടുക്കുകയാണ്. എന്നാൽ അവൻ കുത്തിയതും ആ ഏലിയൻ അവന്റെ മുഖത്തേക്ക് ആ പാരസൈറ്റിനെ തുപ്പി. അതിനെ തുറന്ന് ആ പാരസൈറ്റ് ഇപ്പം അവന്റെ ശരീരത്തിൽ കയറാൻ തുടങ്ങി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ ഡ്രഗ് ശരീരത്തിലായതുകൊണ്ട് ഏലിയന്റെ പണി തീർന്നു. അതോടുകൂടെ അവന്റെ മുഖത്തേക്ക് കയറിയ ആ പാരസൈറ്റുകളും ചത്തുപോയി. അങ്ങനെ ആ ഏലിയന്റെ പണി തീർത്തതിന് ശേഷം അവൻ നേരെ പോകുന്നത് സ്റ്റോക്ലിയുടെ അടുത്തേക്കാണ്. ഏലിയൻ ചത്തത് കാരണം ഇവരെല്ലാവരും രക്ഷപ്പെട്ടു. അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല സേക്കും അങ്ങോട്ട് വന്നു, അവനും കുഴപ്പമില്ല. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം ഒരു മാസം കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് അവരുടെ ഫുട്ബോൾ ടീമാണ്. ഇപ്പൊ സ്റ്റാൻ ആ ഫുട്ബോൾ ടീമിൽ നിന്ന് ഒഴിഞ്ഞതുകൊണ്ട് അവന് പകരം സേക്ക് ഇപ്പൊ ആ ഫുട്ബോൾ ടീമിൽ കയറി. അവൻ അവന്റെ ഉടായ്പൊക്കെ നിർത്തി. ഇപ്പൊ അവൻ ഇന്നത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന കാണുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് ആ എലിസബത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അവക്കെന്തോ ഇവനോട് ഇപ്പോൾ വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ഇനിയിപ്പോ സ്റ്റാന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് സ്റ്റോക്ലിയും തമ്മിൽ ഇപ്പൊ ഡേറ്റിംഗിലാണ്. കേസിയുടെ കാര്യമാണെങ്കിൽ ഈ ഏലിയനെ പിടിച്ചുകൊണ്ട് അവനിപ്പോ ഫേമസ് ആയി. ഇപ്പൊ ന്യൂസ് പേപ്പറുകളിലും മാഗസീനിലും ഒക്കെ അവനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ എഴുതി വന്നിട്ടുണ്ട്. ഇപ്പൊ ഡെലു ആണ് ആ കാര്യമൊക്കെ അവന് കാണിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ഈ സമയമാകുമ്പോഴേക്കും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്തു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.